സുഹൃത്തുക്കളെ, എനിക്കിന്ന് നാടൻ പോർക്ക് കിട്ടി. ഇപ്പം നമ്മൾ നാടൻ രീതിയിൽ കറി വെക്കാൻ പോവാണേ. ഇത് നമ്മൾ ഈ നാടൻ പന്നി എന്ന് പറയുമ്പോൾ പോർക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ഒരു പരിസരത്തൊരു വീട്ടിൽ വളർത്തുക കേട്ടോ. കൈത്തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിയ നല്ല ഇറച്ചിയാണ്. അത് പോർക്ക് കറി വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ഇത് നമ്മൾ ഞുറുക്കി എടുത്തേക്കുവാണേ, ബാക്കിയുള്ളത് കാണിക്കാം. നമ്മൾ പോർക്ക് കറി വെക്കുന്നതിന് വേണ്ട സാധനങ്ങളാണ് ഇത്. നമ്മൾ ചെറുള്ളി അരിഞ്ഞതാണ്. നമ്മൾ 2 കിലോ പോർക്കാണ് കറി വെക്കുന്നത്. അത് ചെറുള്ളി ഒരു 1/4 കിലോ, ഒരു 300-350 ഗ്രാം ചെറുള്ളി മതി. പിന്നെ കരിവേപ്പില, ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 3 ടീസ്പൂൺ, വലിയ എരിവ് വേണ്ടവർക്ക് എരിവ് അതിനനുസരിച്ച് മുളക് പൊടി ഉപയോഗിക്കുക. 3 ടീസ്പൂൺ മുഴുത്തായിരിക്കണം. 3 ടീസ്പൂൺ മുളക് പൊടി. ഇത് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി. ഈ സാധനമെല്ലാം യഥാർത്ഥത്തിൽ നമ്മളിതിവിടെ നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച പൊടികളാണ് കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതല്ല. ഇതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ ഈ ചെറുള്ളി എല്ലാം കൂടെ എണ്ണ ഒഴിച്ച് ചീനിച്ചട്ടിക്കകത്ത് കടുക് പൊട്ടിച്ച് നമ്മൾ വരട്ടിയെടുക്കും. ഇതെല്ലാം കൂടെ കൂട്ടി വരട്ടിയെടുത്ത് മുളക് പൊടി മൂപ്പിച്ച് എല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമ്മൾ വെള്ളം വെക്കാതെയാണ് നമ്മൾ ഈ പോർക്ക് കറി വെക്കുന്നത്. വെള്ളം വെച്ചാൽ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒരു രുചിക്ക് വരികയില്ല. നമ്മൾ വെള്ളം വെക്കാതെയാണ് കാണിക്കുന്നത്. കാണിക്കാം കേട്ടോ. നമ്മൾ എണ്ണ ഒഴിച്ചു കടുക് ഇടുവാണ്. കടുക് പൊട്ടിയതിന് ശേഷം കടുക് പൊട്ടി വരുന്നത്. കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ചുമന്നുള്ളി ഇട്ട്, ചുമന്നുള്ളി ഇടുമ്പം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് പാകത്തിന് മതി. പോർക്കാകുമ്പം ഒത്തിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോവും. അത് ചെറുതായിട്ട് നമ്മൾ ആ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ ഇടുവാണ്. നമ്മളിപ്പോൾ സ്വല്പം ഉപ്പ് ഈ പൊടി ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. ഇത് നമ്മളൊന്ന് മൂത്ത് വരണം, ഇളക്കി കൊടുക്കണം, കരിഞ്ഞ പോലെ ഇളക്കി. ഇത് നമ്മൾ സാധാരണ പണ്ടത്തെ അമ്മമാരൊക്കെ നാടൻ രീതിയിൽ കറി വെക്കുന്നുണ്ട്. പക്ഷേ അന്നൊക്കെ ഈ മുളക് പൊടിയൊക്കെ, വറ്റൽമുളകും മല്ലിയൊക്കെ വറുത്ത് അരകല്ലിൽ വെച്ച് അരച്ചെടുക്കുക. ഇന്നിപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ഏകദേശം ടേസ്റ്റ് വരും. നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ്. അതുകൊണ്ട് ഇതൊന്ന് വരട്ടെ. നമ്മൾ ഈ വരട്ടുന്നതിനകത്ത് അല്പം തേങ്ങ കൊത്തൂടെ ഇടുവാണ് നമ്മൾ. അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുമായിരിക്കും. നല്ല മൂത്ത തേങ്ങ ആയിരിക്കും, ഒരു ഇളവൻ തേങ്ങ ഉണ്ടോ, അങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. ഏകദേശം ഇത്ര മൂത്താൽ മതി നമുക്ക് ഈ ചുവന്നുള്ളിലേക്ക്. ഇനി നമ്മൾ എല്ലാ കൂട്ടുകൂടെ ചേർക്കുവാണ്. എല്ലാം കൂട്ടി ചേർക്കും. നമ്മൾ എണ്ണ അധികം ഒഴിക്കാതിരിക്കാൻ നല്ലത്. നമ്മുടെ പോർക്ക് സ്വല്പം നെയ്യൊക്കെ ഉള്ളതായിരിക്കുമല്ലോ. അതുകൊണ്ടോ ഇത് ഇളക്കി. നമ്മൾ ഈ ബീഫ് കറി വെക്കുന്ന പോലെ ഒത്തിരി മൂപ്പിക്കണ്ട. നമ്മൾ ഏകദേശം ഒന്ന് മുളക് പൊടി ഇതൊക്കെ ഒന്ന് മൂത്ത് ചൂടായി വരുന്നത് ഏകദേശം മതി. നമ്മൾ ഈ നാടൻ കറി വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് കേട്ടോ. ഏകദേശം മൂപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ പോർക്ക് നുറുക്കി വെച്ച് കഴുകി വാരി വെച്ച് പോർക്ക് ഇടുവാണേ. വെള്ളം ചേർക്കരുത് പോർക്കിന് കേട്ടോ. അത് നമ്മൾ ആ അരപ്പെല്ലാം കൂടെ വരട്ടി വെച്ച എല്ലാം കൂടെ
നമ്മൾ ഇളക്കി കൊടുക്കും. സ്വല്പം ഉപ്പൂടെ നമുക്ക് ഇറച്ചിക്കകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പോർക്കിന് അധികം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഉപ്പ് പിടിക്കും. ഇത് നല്ലപോലെ ഇളക്കി ചേർത്ത് മൂടി വെക്കണം. നമ്മൾ ഈ ഇറച്ചിയുടെ വെള്ളത്തിൽ തന്നെ ഇത് വേകണം. അഥവാ വെള്ളം ഇച്ചിരൂടെ ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ച് എടുത്താൽ മതി. ഇത് ഏകദേശം പകുതി വേവായി കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി. കണ്ടോ, നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നെയ്യൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഇതിനകത്ത് ഇനി എണ്ണയൊന്നും ചേർക്കണ്ട. നമ്മൾ കടുക് നേരത്തെ പൊട്ടിച്ചോണ്ട് കുഴപ്പമില്ല കണ്ടോ. കണ്ടോ, ഇത് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഈ കറിക്ക്. അപ്പം സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്ന് കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.